LDFിന് തുടർഭരണം സമ്മാനിച്ച റെക്കോർഡുമായി പിണറായി വിജയൻ മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാവുകയാണ്. ഇതിനിടയിലാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മരണം സംഭവിക്കുന്നത്. ഒരു അഴിമതി ആരോപണവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെന്ന വിശേഷണം VSോടെ അവസാനിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് മുതൽ പല അഴിമതി ആരോപണങ്ങളിലും പിണറായി വിജയനും LDF സർക്കാരും മുങ്ങിത്താണു നിൽക്കുകയാണ്. എന്തായാലും തുടർഭരണമെന്ന റെക്കോർഡ് പിണറായിക്ക് മുന്നേ ചാർത്തിക്കിട്ടേണ്ട നേതാവായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന VS. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റിനാണ് LDFിന് ഭരണം നഷ്ടമായത്. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ VS മുഖ്യമന്ത്രിയാകുമായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. CPMൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ നിർണായക സ്ഥാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയത് VS അച്യുതാനന്ദനാണ്. അവസാന നിമിഷം പിണറായി പിന്നിൽ നിന്ന് കുത്തുന്നത് VSന് നോക്കി നിൽക്കേണ്ടി വന്നു. വെട്ടിനിരത്തിയും കൈപ്പിടിയിലാക്കിയും പിണറായി വളർന്നപ്പോൾ അവസാന നിമിഷം വരെ പോരാടി VS നെഞ്ചു വിരിച്ചു തന്നെ നിന്നു. CPMൽ കൊണ്ടും കൊടുത്തും മുന്നേറിയ നേതാവ്. എല്ലാ കാലത്തും വിഭാഗീയ സമവാക്യങ്ങളിൽ ഒരു വശത്ത് VS ഉണ്ടായിരുന്നു. അത് സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതുവരെ അങ്ങനെ തന്നെ തുടർന്നു. ഈ കാലയളവിൽ VSന് ഒത്ത എതിരാളി പിണറായി വിജയനായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാം. 1998 ചടയൻ ഗോവിന്ദൻ അന്തരിച്ചപ്പോൾ അന്നത്തെ CITU പക്ഷത്തെ ഒതുക്കാൻ VS കണ്ടെത്തിയ ഉത്തരമായിരുന്നു പിണറായി വിജയൻ. EK നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായിയെ രാജിവെപ്പിച്ച് സംസ്ഥാന സെക്രട്ടറിയാക്കി. 1996 മാരാരിക്കുളത്തെ തൻ്റെ തോൽവിക്ക് പലരോടുമുള്ള പ്രതികാരമായിരുന്നു VSന്റെ ആ നീക്കം. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ തെറ്റി. അതോടെ CPMന്റെ ചരിത്രത്തിൽ ഇനി ആവർത്തിക്കാനിടയില്ലാത്ത വെട്ടിനിരത്തലായിരുന്നു കണ്ടത്. പിണറായി കരുത്തുകാട്ടിയപ്പോൾ VSനൊപ്പം നിന്നവർ ഓരോരുത്തരായി വീണു. നിലനിൽപ്പിനായി ചില നേതാക്കൾ മറുകണ്ഠം ചാടി. അപ്പോഴും VS പിടിച്ചു നിന്നു. അതിനു കരുത്തായത് ജനങ്ങളുടെ പിന്തുണ മാത്രമായിരുന്നു. 2001 പ്രതിപക്ഷ നേതാവായതോടെ ജനകീയ പ്രതിച്ഛായ വാനോളം ഉയർന്നു. എന്നാൽ പിണറായിയും സംഘവും വെറുതെ ഇരുന്നില്ല. 2006 VSന് സീറ്റ് നിഷേധിക്കുന്ന തീരുമാനം വന്നു. ആരുടെയും ആഹ്വാനമില്ലാതെ ജനം നിരത്തിലിറങ്ങിയതോടെ CPM വഴങ്ങി. 98 സീറ്റിൽ വിജയിച്ചതോടെ ഗത്യന്തരമില്ലാതെ VSന് മുഖ്യമന്ത്രി പദവി നൽകേണ്ടി വന്നു. പിന്നാലെ 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് VS സർക്കാർ തുടർഭരണത്തിന്റെ വക്കോളം എത്തിയത്. എന്നാൽ അന്ന് LDFിലേക്ക് വരാൻ KM മാണി സജ്ജമായിരുന്നു. പിണറായിയാണ് അന്ന് അതിന് വഴി തടഞ്ഞു നിന്നത്. പിന്നീട് 2021 ഇതേ മാണി ഗ്രൂപ്പിനെ പരവതാനി വിരിച്ച് സ്വാഗതം ചെയ്യാൻ മുന്നിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നതും ചരിത്രമാണ്.